സൂര്യവംശിയുടെ ഇന്നത്തെ കളി കണ്ട് കിളി പറഞ്ഞിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. സാക്ഷാൽ ഗെയിലിന്റെ റെക്കോർഡ് തന്നെ സൂര്യവംശി ഇന്ന് വെട്ടിച്ചേനെ. ഗെയില് 30 ബോളിൽ നിന്നാണ് സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് സൂര്യവംശി 29 ബോളിൽ നിന്ന് 97 റൺസാണ് അടിച്ചുകൂട്ടിയത്. വലിയൊരു റെക്കോർഡാണ് സൂര്യവംശിക്ക് നഷ്ടമായത്. ഇന്ന് രാജസ്ഥാൻ 241 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിംഗിൽ ഹൈദരാബാദ് തോറ്റു. ഇന്ന് കളി ജയിച്ച ശേഷം പരാഗ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാന്റെ വിജയശില്പി സൂര്യവംശി തന്നെയാണ്. ബേബി ബോസ് എന്നാണ് സൂര്യവംശി അറിയപ്പെടുന്നത്. ഇന്ന് കളി കഴിഞ്ഞ് പരാഗ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് സൂര്യവംശിയോടാണ്. അവനില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ കളി തോറ്റേനെ. ഈ ഒരു IPL സീസണിൽ അവൻ്റെ പങ്ക് വലിയതാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് സഞ്ജുവിനെയാണ്. സഞ്ജു ടീമിലുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കത് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരുന്നു. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ടാണ് ഞാൻ കാര്യങ്ങൾ പഠിച്ചത്. സഞ്ജു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്ലേ ഓഫിൽ ജയിച്ചിരിക്കുകയാണ്. ഇനി ഒരു മത്സരം ജയിച്ചാൽ ഞങ്ങൾക്ക് ഫൈനലിലെത്താം. ഇപ്രാവശ്യം രാജസ്ഥാന് വേണ്ടി എനിക്ക് കപ്പ് നേടിക്കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പരാഗ് വ്യക്തമാക്കി. സഞ്ജു ചെന്നൈയിലേക്ക് പോയാലും സഞ്ജുവിനെ പരാഗ് മറന്നിട്ടില്ല. ഒരു കാലത്ത് രാജസ്ഥാന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് എടുത്ത ആളാണ് സഞ്ജു സാംസൺ. പക്ഷേ ആ സമയത്ത് മികച്ച കളിക്കാർ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സഞ്ജു രാജസ്ഥാനെ ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രാജസ്ഥാൻ വീണ്ടും പ്ലേ ഓഫിൽ ജയിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം ഫൈനൽ കളിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് രാജസ്ഥാൻ തന്നെയാണ്. അതിന് പ്രധാന കാരണം സൂര്യവംശിയാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിക്കുന്നത്. സൂര്യവംശി ഫോമായാൽ ഉറപ്പായിട്ടും രാജസ്ഥാൻ അടുത്ത മാച്ചും ജയിക്കും. ഇപ്രാവശ്യം രാജസ്ഥാന് കപ്പ് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ RCB ടൈറ്റ് ടീമാണ്. അവർക്കെതിരെ ജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ കളിക്കണം. എന്തായാലും ഹൈദരാബാദ് ഇന്ന് തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.